എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. നിങ്ങൾക്കൊരു അസുഖം വന്നാൽ നിങ്ങൾ ഏത് ഹോസ്പിറ്റലിലേക്കായിരിക്കും ആദ്യം പോകുന്നത്? ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്കോ അതോ പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്കോ? എന്തുകൊണ്ടാണ് സർക്കാർ അധികാരികൾ പോലും ഒരു അസുഖം വന്നാൽ അവർ നേരെ പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്? എന്തുകൊണ്ടായിരിക്കും ഇവ രണ്ടും രണ്ട് തട്ടിൽ നിൽക്കുന്നത്? ഈ രണ്ട് ഹോസ്പിറ്റലിൽ നിന്നും ചികിത്സ നേടിയ സ്റ്റീവിന്റെ അനുഭവത്തെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. സ്റ്റീവിന് ഒരു ദിവസം ഒരു ചുമയും വന്നു. സ്റ്റീവിന്റെ സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ട് തന്നെ സ്റ്റീവ് തൊട്ടടുത്തുള്ള ഒരു സർക്കാർ ആശുപത്രിയിലേക്ക് പോയി. ഒരു 9-9:30 മണിക്കകത്ത് ഹോസ്പിറ്റലിൽ സ്റ്റീവ് എത്തി. അങ്ങനെ ഹോസ്പിറ്റലിലെത്തിയ സ്റ്റീവ് തന്റെ വാഹനം പാർക്ക് ചെയ്യുവാനായി ഒരു പാർക്കിംഗ് സ്പേസ് നോക്കുകയാണ്. എല്ലാവരും അവരവരുടെ വാഹനങ്ങൾ മരത്തിന്റെ കീഴിലും മറ്റ് ബിൽഡിങ്ങുകളുടെ സൈഡുകളിലായും വൃത്തിഹീനമായ സ്ഥലങ്ങളിലുമാണ് പാർക്ക് ചെയ്തിരിക്കുന്നത്. സ്റ്റീവിനും അവിടെ പാർക്ക് ചെയ്യാനേ നിർവാഹമുള്ളൂ. അങ്ങനെ സ്റ്റീവ് ഒരു ഇടം കണ്ടെത്തി തന്റെ വാഹനം കഷ്ടിച്ച് പാർക്ക് ചെയ്തു. ഉടൻ തന്നെ സ്റ്റീവിനെ ഒരാൾ പിന്നിൽ നിന്നും വിളിച്ചു. അത് വാഹനത്തിന്റെ പാർക്കിംഗ് ഫീ ഈടാക്കുവാൻ വേണ്ടി അവിടെ ചുമതലപ്പെടുത്തിയ ഒരു ഉദ്യോഗസ്ഥയായിരുന്നു. അവർ നേരെ സ്റ്റീവിനടുത്തേക്ക് വന്ന് ഒരു പാസ് കൊടുക്കുകയും പാർക്കിംഗ് ഫീ ഈടാക്കുകയും ചെയ്തു. സ്റ്റീവിന് അതിന് മനസ്സില്ലെങ്കിൽ പോലും സ്റ്റീവ് അതിന് നിർബന്ധിതനായി എന്ന് വേണം പറയാൻ. അത് മാത്രമല്ല, സ്റ്റീവ് തന്റെ വാഹനം അവിടെ പാർക്ക് ചെയ്യുന്നത് വരെ സ്റ്റീവിനെ മൈൻഡ് പോലും ചെയ്യുവാൻ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. എന്നിട്ട് നേരെ സ്റ്റീവ് ഹോസ്പിറ്റലിലേക്ക് കയറി. അവിടെ ആദ്യം OP ടിക്കറ്റ് എടുക്കണം. അവിടെ ചെന്നപ്പോഴേക്കും ഒരു നീണ്ട ക്യൂ. സ്റ്റീവിനാണെങ്കിൽ തീരെ വയ്യ. എന്നാൽ അവിടെ നിന്നും OP ടിക്കറ്റ് എടുത്തേ മതിയാകൂ. സ്റ്റീവ് ആ നീണ്ട ക്യൂവിൽ നിൽക്കുവാൻ തുടങ്ങി. ഒടുവിൽ OP ടിക്കറ്റ് എടുത്തു. നേരെ ഡോക്ടറെ കാണുവാൻ ചെന്നു. അവിടെയും നീണ്ട ക്യൂ. എന്നാൽ അതിനടുത്തായി തന്നെ ഒരു ഉദ്യോഗസ്ഥ ഇരിക്കുന്നുണ്ട്. അത് ഡോക്ടറുടെ അടുത്തേക്ക് ചെല്ലുന്നതിന് മുമ്പ് പേര് വിവരങ്ങൾ രജിസ്റ്റർ ചെയ്യുവാൻ വേണ്ടി ഇരിക്കുന്ന ഒരാളായിരുന്നു. അവർ സ്റ്റീവിന്റെ ഡീറ്റെയിൽസ് എഴുതിയെടുത്തു. എന്നിട്ട് തന്റെ ക്രമ നമ്പർ ആവുമ്പോഴേക്കും വിളിക്കാമെന്നും അവിടെയുള്ള സീറ്റിൽ ഇരിക്കുവാനും സ്റ്റീവിനോട് പറഞ്ഞു. അങ്ങനെ സ്റ്റീവ് അവിടെയുള്ള സീറ്റിൽ ഇരുന്നു. തന്റെ ക്രമ നമ്പർ വരുമ്പോൾ തന്നെ വിളിക്കുമോ എന്നൊരു സംശയത്തോടെ. അതിന് കാരണം ഇപ്പോൾ തന്നെ ഹോസ്പിറ്റലിന്റെ പ്രവർത്തനം കാരണം സ്റ്റീവ് നന്നായി ക്ഷീണിതനായി. സമയം കുറച്ച് കഴിഞ്ഞപ്പോഴാണ് സ്റ്റീവ് ഒരു കാര്യം ശ്രദ്ധിച്ചത്. ക്യൂവിൽ നിൽക്കുന്നവർ ക്രമ നമ്പർ അനുസരിച്ചല്ല. സ്റ്റീവും അതനുസരിച്ച് അവരുടെ കൂടെ ക്യൂവിൽ നിൽക്കുവാൻ തുടങ്ങി. എന്നാൽ സ്റ്റീവിന് അവിടെ ഒട്ടനവധി സാക്രിഫൈസ് ചെയ്യേണ്ടി വന്നു. തന്നേക്കാൾ മുതിർന്നവർക്ക് വേണ്ടിയും തന്നേക്കാൾ കടുത്ത അസുഖമുള്ളവർക്ക് വേണ്ടിയും ഡോക്ടറെ കണ്ടിട്ട് മറ്റ് ചെക്കപ്പുകൾക്കായി പോയിട്ട് രണ്ടാമത് വിസിറ്റിന് വന്നവർക്ക് വേണ്ടിയും അങ്ങനെ പല രീതിയിൽ സ്റ്റീവ് അവിടെ സാക്രിഫൈസ് ചെയ്തു. ഒടുവിൽ അവശനായി നിന്ന സ്റ്റീവിന്റെ ടേണെത്തി. സ്റ്റീവ് ഡോക്ടറുടെ അടുത്തേക്ക് എത്തിയപ്പോഴേക്കും കൃത്യം ആ സമയം തന്നെ ഡോക്ടറുടെ അടുത്തേക്ക് ഒരു വ്യക്തി വന്നു. അവർ എന്തോ മരുന്നുകളെ പറ്റി സംസാരിക്കുവാൻ തുടങ്ങി. അതൊരു മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് ആയിരുന്നു. അവരുടെ ആ ഒരു സംസാരം കഴിയുന്നതുവരെ സ്റ്റീവിനെ മൈൻഡ് പോലും ചെയ്തില്ല. അതിനുശേഷം സ്റ്റീവിനെ ഡോക്ടർ പരിശോധിച്ചു. സ്റ്റീവിന് ചെക്കപ്പുകൾക്കായി എഴുതുകയും അത് ചെയ്യുവാനും പറഞ്ഞു. സ്റ്റീവ് അതനുസരിച്ച് തന്റെ ചെക്കപ്പുകൾ ചെയ്യുവാൻ വേണ്ടി പോയി. അവിടെയും നീണ്ട ക്യൂ. മാത്രമല്ല, അവിടെ പണവും അടയ്ക്കേണ്ടി വന്നു. ഇതെല്ലാം കഴിഞ്ഞ് സ്റ്റീവ് ചെക്കപ്പുകൾ ചെയ്യുവാൻ അവരുടെ കൂടെ പോയി. സ്റ്റീവിനെ ഒന്ന് മൈൻഡ് പോലും അവർ ചെയ്തില്ല. എന്നാൽ അവർ സ്റ്റീവിനോട് പെരുമാറിയത് ഒരു വസ്തുവിനെ പോലെയാണ്. അവർ സ്റ്റീവിന്റെ മുഖത്ത് പോലും ഒന്ന് നോക്കിയില്ല. സ്റ്റീവ് ചെന്നത് അവർക്കെന്തോ ബുദ്ധിമുട്ടായി എന്ന മട്ടിൽ. ഇതെല്ലാം കഴിഞ്ഞ് സ്റ്റീവ് വീണ്ടും രണ്ടാമത് ഡോക്ടറുടെ അടുത്തേക്ക് വന്നു. ഡോക്ടർ പരിശോധിച്ചിട്ട് മെഡിസിൻസ് പ്രിസ്ക്രൈബ് ചെയ്തു. സ്റ്റീവിനിപ്പോൾ ഒരു ആശ്വാസം വന്നു. മരുന്നും വാങ്ങി അതിവേഗം വീട്ടിൽ മടങ്ങാമെന്ന്. അങ്ങനെ ഫാർമസിയിലേക്ക് ചെന്നപ്പോൾ അവിടെയും നീണ്ട ക്യൂ. ഒടുവിൽ ഫാർമസിസ്റ്റിന്റെ അടുത്തേക്ക് സ്റ്റീവ് എത്തി. അവർ പ്രിസ്ക്രിപ്ഷൻ നോക്കി മരുന്നുകൾ എടുത്തു. ശേഷം സ്റ്റീവിന്റെ അടുത്തേക്ക് വന്ന് പറഞ്ഞു, ഇതിൽ ചില മരുന്നുകൾ മാത്രമേ ഇവിടെയുള്ളൂ, ബാക്കി പുറത്തു നിന്നും വാങ്ങണമെന്ന്. അങ്ങനെ അതുമായി സ്റ്റീവ് പുറത്തുള്ള ഫാർമസിയിൽ ചെന്നു ബാക്കി മരുന്നും വാങ്ങി. അവിടെയും സ്റ്റീവിന് പണം ചെലവായി. ഇപ്പോൾ സ്റ്റീവ് സമയം നോക്കിയപ്പോഴാണ് അത് ശ്രദ്ധിച്ചത്. സമയം ഏറെ വൈകിയിരിക്കുന്നു. ഏകദേശം ഉച്ചയോട് അടുക്കുന്നു. സ്റ്റീവ് ഈ ഹോസ്പിറ്റൽ തിരഞ്ഞെടുത്തത് സൗജന്യ ചികിത്സ ലഭിക്കാൻ വേണ്ടി മാത്രമല്ല, അതിവേഗത്തിലുള്ള ഒരു ചികിത്സയ്ക്ക് കൂടി വേണ്ടിയാണ്. എന്നാൽ സ്റ്റീവിന് ഇവിടെ ഒട്ടനവധി ബുദ്ധിമുട്ടുകൾ സഹിക്കേണ്ടി വന്നു. സ്റ്റീവിന്
റെസ്റ്റ് എടുക്കേണ്ട സമയം പോലും ഇവിടെ നിന്നും നഷ്ടമായി. സ്റ്റീവിന്റെ സമയം നന്നായി പോയി. ഓൾറെഡി വയ്യാതെ എത്തിയ സ്റ്റീവ് നന്നായി എക്സോസ്റ്റ് ആയി. ഒട്ടനവധി സാക്രിഫൈസ് ചെയ്യേണ്ടി വന്നു. മാത്രമല്ല, താൻ അവിടെ ഒരു പേഷ്യന്റ് ആണ് എന്ന് പോലും സ്റ്റീവ് മറന്നു പോകുന്ന രീതിയിലാണ് സ്റ്റീവ് ഓടി നടന്നത്, എന്തോ കാര്യം ചെയ്തു തീർക്കുവാൻ വേണ്ടി എന്ന പോലെ. മൊത്തത്തിൽ സ്റ്റീവിന് ഇതൊരു മോശം അനുഭവമായി. അങ്ങനെ കാലം മുന്നോട്ട് സഞ്ചരിച്ചു. അങ്ങനെ ഇരിക്കെ വീണ്ടും സ്റ്റീവിന് ഒരു അസുഖം വന്നു. എന്നാൽ സ്റ്റീവ് മുമ്പത്തെ അനുഭവം കണക്കിലെടുത്ത് ഇത്തവണ തിരഞ്ഞെടുത്തത് ഒരു സ്വകാര്യ ആശുപത്രിയായിരുന്നു. അവിടെ സ്റ്റീവിന് വേണമെങ്കിൽ നേരത്തെ തന്നെ ബുക്ക് ചെയ്ത് അപ്പോയിന്റ്മെന്റ് എടുക്കാം. എന്നാൽ സ്റ്റീവ് ആകട്ടെ ഹോസ്പിറ്റലിലേക്ക് എത്തി. അവിടെ സ്റ്റീവിന് തന്റെ വാഹനം പാർക്ക് ചെയ്യുവാൻ പാർക്കിംഗ് സ്പേസ് ഉണ്ട്. മാത്രമല്ല, അതിനായി ഗൈഡ് ചെയ്യുവാൻ അവിടെ ഒരു സെക്യൂരിറ്റി ഉണ്ട്. ഇതുകൂടാതെ സ്റ്റീവിന് അവിടെ പാർക്കിംഗ് ഫീയും അടയ്ക്കേണ്ടി വന്നില്ല. തന്റെ വാഹനവും പാർക്ക് ചെയ്യുവാൻ കഴിഞ്ഞു. നേരെ ഹോസ്പിറ്റലിലേക്ക് ചെന്ന് റിസപ്ഷനിസ്റ്റിനോട് കാര്യം പറഞ്ഞു. അവർ പെട്ടെന്ന് തന്നെ സ്റ്റീവിന് അപ്പോയിന്റ്മെന്റ് കൊടുത്തു. അവിടെ കൺസൾട്ടിംഗ് ഫീയാണ്. മാത്രമല്ല, സ്റ്റീവിന് അങ്ങനെ ക്യൂ നിൽക്കേണ്ടി വന്നില്ല. അതിവേഗത്തിൽ തന്നെ സ്റ്റീവ് ഡോക്ടറുടെ അടുത്തേക്ക് എത്തി. ഡോക്ടറോട് കാര്യങ്ങൾ വിശദമായി പറഞ്ഞു. ഡോക്ടർ സ്റ്റീവിന്റെ കാര്യങ്ങൾ വളരെ നന്നായി കേട്ടു. സ്റ്റീവിന് മനസ്സിലാകുന്ന രീതിയിൽ മാർഗനിർദ്ദേശങ്ങളും നൽകി. മെഡിസിൻസും പ്രിസ്ക്രൈബ് ചെയ്തു. സ്റ്റീവിന് മരുന്നുകൾ ലാഭത്തിൽ ലഭിക്കുവാൻ വേണ്ടി സ്റ്റീവ് തൊട്ടടുത്തുള്ള ഒരു ഡിസ്കൗണ്ട് ഫാർമസിയിലേക്ക് പോകുവാൻ തീരുമാനിച്ചു. മാത്രമല്ല, ഇവിടത്തെ കാര്യങ്ങൾ അതിവേഗത്തിൽ കഴിഞ്ഞ് സ്റ്റീവ് വളരെ വേഗത്തിൽ തന്നെ ഹോസ്പിറ്റൽ വിട്ടു. കണ്ടില്ലേ, സ്റ്റീവിന് രണ്ടിടത്തു നിന്നും ചികിത്സ ലഭിച്ച ആ ഒരു രീതി. രണ്ടാമത് പോയ സ്വകാര്യ ആശുപത്രി സ്റ്റീവിന് അവിടെ ആർക്കു വേണ്ടി താഴ്ന്നു കൊടുക്കേണ്ടി വന്നില്ല. അത് തന്നെക്കാൾ മുതിർന്നവർക്ക് വേണ്ടിയും പ്രായം കുറഞ്ഞവർക്ക് വേണ്ടിയും തന്നെക്കാൾ കടുത്ത രോഗമുള്ളവർക്ക് വേണ്ടിയും ഒന്നും. അവിടെ സ്റ്റീവിനായിരുന്നു മുൻഗണന. എല്ലാവരും തന്നെ ശ്രദ്ധിക്കുന്നത് പോലെ സ്റ്റീവിന് ഫീൽ ചെയ്തു. ആ രീതിയിലായിരുന്നു അവരുടെ പെരുമാറ്റം. സ്റ്റീവിന് മറ്റാരെക്കുറിച്ചും വറീഡാവേണ്ടി വന്നില്ല. ഒരു വ്യക്തി ഒരു ഹോസ്പിറ്റലിലേക്ക് ചികിത്സ തേടി പോകുന്നത് അവിടെ ആർക്കു വേണ്ടി സാക്രിഫൈസ് ചെയ്യുവാനും അവിടെ മറ്റൊരാളുടെ ചികിത്സ ഉറപ്പാക്കുവാനും വേണ്ടിയല്ല. അത് എത്ര ചെറുതായാലും എത്ര വലുതായാലും അവർക്ക് അത് ഏറ്റവും സുഖകരമായ രീതിയിൽ വളരെ എളുപ്പത്തിൽ നൽകി ഹോസ്പിറ്റലിൽ നിന്നും മടങ്ങണം. അപ്പോഴാണ് ഹോസ്പിറ്റൽ എന്ന പേര് തന്നെ അനിവർത്ഥമാകുന്നത്. നൂതനമായ പല ടെക്നോളജികൾ സർക്കാർ ആശുപത്രികളിൽ ഉണ്ടെങ്കിൽ പോലും അത് ജനങ്ങൾക്ക് കറക്റ്റായി ലഭിക്കാത്തതിന്റെ കാരണം ഇതൊക്കെ തന്നെയാണ്. ഇനി അഥവാ അവർക്കിത് ലഭിച്ചെങ്കിൽ പോലും അവർക്കത് നല്ല രീതിയിൽ മനസ്സിൽ കിടക്കണമെന്നില്ല. അതിന് കാരണം അവർ അത്രയധികം അവിടെ കഷ്ടപ്പെടുന്നത് കൊണ്ടുകൂടിയാണ്. അവരുടെ കഷ്ടപ്പാടുകൾക്കിടയിൽ അവർക്കൊരു ചികിത്സ എന്നൊരു രീതിയാണ്. കൂടുതലും അലയുകയാണ് അവിടെ കിടന്ന്. ഇതൊക്കെ കൊണ്ട് തന്നെയാണ് സർക്കാർ അധികാരികൾ പോലും നേരെ പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് വെച്ചുപിടിക്കുന്നത്. വൃത്തിയുള്ള സ്ഥലം, അവരെ കെയർ ചെയ്യുവാനുള്ള ആൾക്കാർ, വേഗത്തിലുള്ള ചികിത്സ എന്നിങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ. മറ്റൊരു പ്രധാന കാര്യം, ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലും ഇതുപോലുള്ള വീഴ്ചകൾ സംഭവിക്കാറുണ്ട്. ഇതുപോലെ എത്ര സ്റ്റീവുമാർ, അവർക്ക് പറയുവാൻ എത്ര അനുഭവങ്ങൾ. നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം.